നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധ തീവ്രതയ്ക്കിടയിൽ ലോകശക്തികൾ തമ്മിലുള്ള സംഘർഷം ഇനി തുറന്ന സാമ്പത്തിക യുദ്ധത്തിലേക്ക് മാറുകയാണ്. അമേരിക്ക ഉയർത്തിയ ആരോപണങ്ങൾക്ക് ചൈന നൽകിയ മറുപടി അതൊരു നിഷേധം മാത്രമല്ല, ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്. ഇറാനെ സൈനികമായി സഹായിക്കുന്നു എന്ന അമേരിക്കൻ ആരോപണം ചൈന പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. ഇത് പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്നാണ് ബീജിംഗ് പറയുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെയാണ് ചൈനയുടെ യഥാർത്ഥ സന്ദേശം പുറത്തു വന്നത്. ഇത്തരം ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ US കസ്റ്റംസ് തീരുവ ഉയർത്തിയാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും. ഇതോടെ അമേരിക്കയുടെ താരിഫ് ഭീഷണി ഇനി ഏകപക്ഷീയമായ സമ്മർദ്ദമല്ല, അതിന് മറുപടി നൽകാൻ തയ്യാറായ ഒരു ചൈന മുന്നിൽ നിൽക്കുകയാണ്. നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്കെതിരെ ശക്തമായ 50% വരെ കനത്ത തീരുവ ഏർപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ചൈനയുടെ ഇപ്പോഴത്തെ നിലപാട് വ്യക്തമാക്കുന്നത് ഇത് പഴയ ചൈനയല്ല എന്നതാണ്. ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ശത്രുനീക്കങ്ങൾ തിരിച്ചറിയാൻ ഇറാനെ സഹായിക്കുന്നുവെന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ബുധനാഴ്ച അറിയിച്ചത്. ഇതിന്റെ പേരിൽ തീരുവ വർദ്ധിപ്പിക്കാനാണ് US-ന്റെ തീരുമാനമെങ്കിൽ അതിനെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ചൈന വ്യക്തമാക്കി. അമേരിക്കക്കെതിരായ യുദ്ധത്തിൽ ചൈന ഇറാനെ സൈനികമായി സഹായിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നതിന് പിന്നാലെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഭീഷണി ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ സാമ്പത്തിക നടപടികൾക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ചൈന മുന്നറിയിപ്പ് നൽകിയത്. പശ്ചിമേഷ്യയിൽ നിലവിൽ നടക്കുന്ന സംഘർഷത്തിൽ തങ്ങൾ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ചൈന ആവർത്തിച്ചു വ്യക്തമാക്കി. മേഖലയിൽ പിരിമുറുക്കം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ ചൈനയുടെ നിലപാട് വ്യക്തമാക്കിയത്. ചൈന ഇറാനെ സൈനികമായി സഹായിക്കുന്നുവെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. മധ്യേഷ്യയിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിടുന്നതിനായി ഇറാൻ TEE-01B എന്ന ചൈനീസ് ഉപഗ്രഹം സ്വന്തമാക്കിയതായി നേരത്തെ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് സൈനിക പിന്തുണ നൽകുന്നുവെന്ന ആരോപണം തള്ളിക്കൊണ്ട് ചൈന പ്രസ്താവന പുറത്തിറക്കിയത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ച് വന്ന വാർത്തകളെ കുറിച്ച് നേരിട്ട് പരാമർശിക്കാതെയാണ് ചൈനയുടെ വിശദീകരണം എന്നതും ശ്രദ്ധേയമാണ്. ആരോപണങ്ങൾ നിഷേധിക്കുന്നതിനൊപ്പം തന്നെ ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്കെതിരെ സാമ്പത്തിക നടപടികൾ സ്വീകരിക്കുന്നതിനെതിരെ ചൈന അമേരിക്കയ്ക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ ആരോപണങ്ങളുടെ പേരിൽ US ചൈനയ്ക്ക് മേൽ താരിഫ് വർദ്ധിപ്പിക്കാൻ മുതിർന്നാൽ ചൈനയ്ക്കും അതേ നാണയത്തിൽ പ്രതികരിക്കേണ്ടി വരുമെന്നും ലിൻ ജിയാൻ വ്യക്തമാക്കി. ഇറാനെ സഹായിക്കുന്നു എന്ന് കണ്ടെത്തുന്ന രാജ്യങ്ങൾക്കെതിരെ തീരുവ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് US സൂചിപ്പിച്ചതിനു പിന്നാലെയാണ് വിശദീകരണവുമായി ചൈന രംഗത്തെത്തിയത്. അതേസമയം US ഉപരോധങ്ങൾ നിലനിൽക്കെ തന്നെ ആയുധങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യകൾ ചൈനീസ് കമ്പനികൾ ഇറാന് നൽകുന്നത് തുടരുന്നുണ്ട്. തങ്ങൾ വളരെയധികം ആശ്രയിക്കുന്ന ഇറാനുമായുള്ള സൗഹൃദം നിലനിർത്താനും അതേസമയം പുറമെ നിഷ്പക്ഷത പാലിക്കാനുമാണ് ചൈന ശ്രമിക്കുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആക്രമണത്തിനല്ല മറിച്ച് പ്രതിരോധത്തിനുള്ളതാണ് എന്ന വാദം ചൈന ഉന്നയിച്ചേക്കാമെന്ന് വിദഗ്ധരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. ഇറാനെ സംബന്ധിച്ച് ഇത് റഷ്യയുടെ ഭാഗത്ത് നിന്നും ലഭിക്കുന്ന പിന്തുണയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. വ്ളാഡിമിർ പുടിൻ ഭരണകൂടം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങളെയും ആസ്തികളെയും ലക്ഷ്യം വെക്കാൻ സഹായിക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ ഇറാന് നൽകുന്നുണ്ട്. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യ ഇറാൻ ഷഹീദ് ഡ്രോണുകൾ നൽകി സഹായിക്കുന്നുമുണ്ട്. കൂടാതെ എണ്ണയ്ക്കുമേലുള്ള ഉപരോധം മറികടക്കാൻ തങ്ങളുടെ എണ്ണയുടെ ഭൂരിഭാഗവും അവർ വിൽക്കുന്നത് ചൈനയ്ക്കാണ്. ഇവിടെ കാര്യങ്ങൾ വെറും ആരോപണ നിഷേധത്തിന്റെ പരിധിയിൽ ഒതുങ്ങുന്നില്ല. പശ്ചിമേഷ്യയിലെ യുദ്ധവും ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷവും ആഗോള എണ്ണ വിതരണവും ഇതെല്ലാം ചേർന്നപ്പോൾ അമേരിക്ക ചൈന ബന്ധം വീണ്ടും അതീവ അപകടകരമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ചൈന ഇറാന്റെ പ്രധാന എണ്ണ വാങ്ങുന്ന രാജ്യമാണ്. അതിനാൽ അമേരിക്കയുടെ സമ്മർദ്ദം നേരിട്ട് ബീജിംഗിന്റെ സാമ്പത്തിക താല്പര്യങ്ങളെ ബാധിക്കും. ഇതുകൊണ്ടാണ് ചൈന ഭാഷ ഇങ്ങനെ കടുപ്പിക്കുന്നത്. അമേരിക്കയുടെ ആരോപണങ്ങൾ തെറ്റാണ് എന്നതിലുപരി അമേരിക്കയുടെ നടപടി ചെറുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന തുറന്ന രാഷ്ട്രീയ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇതൊരു നിർണായക ഘട്ടമാണ്. കാരണം ഇതൊരു സാധാരണ ഡിപ്ലോമാറ്റിക് തർക്കമല്ല, ഇത് ട്രേഡ് വാർ 2 എന്ന നിലയിലേക്ക് മാറാനുള്ള സൂചനയാണ്. മുൻകാലങ്ങളിൽ കണ്ടതുപോലെ അമേരിക്ക തീരുവ ഉയർത്തുമ്പോൾ ചൈനയും ശക്തമായ സാമ്പത്തിക തിരിച്ചടി നൽകാൻ പിന്നോട്ടില്ല. അപ്പോൾ ചോദ്യം ഒന്ന് മാത്രം, അമേരിക്ക വീണ്ടും അതേ വഴിയിലേക്കാണോ പോകുന്നത്? അല്ലെങ്കിൽ ചൈനയുടെ മുന്നറിയിപ്പ് ഒരു വലിയ സാമ്പത്തിക സംഘർഷത്തെ മുൻകൂട്ടി അറിയിക്കുന്ന അലാമാണോ? ഒരു കാര്യം ഉറപ്പ്, ഇത് വെറും ഇറാൻ US യുദ്ധത്തിന്റെ വിഷയമല്ല. ഇത് ലോക സാമ്പത്തിക ശക്തികളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ മറ്റൊരു തുടക്കമാകാം.